ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇത് ഞാൻ ഓണത്തിൻ്റെ അന്ന് എടുക്കുന്ന ബ്ലോഗാണ് കേട്ടോ. ഓണം വരുന്നത് പിന്നെ സൺഡേ കൂടി ആയതുകൊണ്ട് നമുക്ക് എന്തായാലും പള്ളിയിലും പോകണ്ടേ. ഇപ്പോൾ രാവിലെ 6 മണിയായപ്പോൾ തന്നെ വാവ എഴുന്നേൽപ്പിച്ചു. അവിടെ നല്ല ഉറക്കത്തിലായിരുന്നു, നല്ല മൂടായതുകൊണ്ട് കരഞ്ഞില്ല. ഇതായിരുന്നു വാവയുടെ പട്ട് പാവാട. സെറ്റ് തന്നെ വന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട്, അതായത് എൻഡിലായിട്ട് കലങ്കാരി മോഡലിൽ ബ്ലാക്കും വൈറ്റും വരുന്ന ഡിസൈനായിരുന്നു അതിൻ്റെ സൈഡിലായിട്ടുള്ളത്. ടോപ്പ് വന്നിട്ടും അത് തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ അവളെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവൾ ഓരോരോ സ്വരങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ടായിരുന്നു. സദ്യക്കുള്ള പകുതി ഐറ്റമൊക്കെ ഞങ്ങൾ തലേന്ന് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി പകുതിയും പായസമൊക്കെ അന്ന് തന്നെ വെക്കാമെന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ അവളെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വാവ ആദ്യമായിട്ടാണ് മുല്ലപ്പൂ വെക്കുന്നത്. വാവയെ ഒരുക്കി കഴിഞ്ഞിട്ട് ഞാൻ റെഡിയാകാമെന്നാണ് വിചാരിച്ചിരുന്നത്. ഞാൻ സെറ്റ് സാരിയും ഒരു ഗ്രീൻ കളറിലെ ബ്ലൗസുമാണ് ഉടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന് തലേന്ന് തന്നെ ഞാനും ചേച്ചിയൊക്കെ സാരിയൊക്കെ സെറ്റാക്കി പ്ലേറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ ഫുഡാണെങ്കിൽ മമ്മി ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞായിരുന്നു ഞങ്ങൾ പള്ളിയിൽ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം മമ്മിയാണെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അവളെ ഒരുക്കി കഴിഞ്ഞിട്ട് അവൾക്കൊരു മാലയും പിന്നെ അവളുടെ തന്നെ ഗോൾഡിൻ്റെ വളയാണ് ഇട്ട് കൊടുത്തത്. ബേബി ആണെങ്കിൽ ഇപ്പം നല്ല വാശി, അവൾക്ക് എന്തെടുത്താലും അപ്പോൾ ഉടനെ കയ്യിലെടുക്കണം. മാല ഇടിയിക്കുന്നില്ലായിരുന്നു ഗൈസ്, ഭയങ്കര വാശിക്കാരിയാണ്. സൂക്ഷിച്ച് നോക്കുന്ന കണ്ടോ? എന്താ ഇങ്ങനെ വളയൊക്കെ ഇട്ട് കൊടുത്തു, അനങ്ങാണ്ടിരിപ്പുണ്ട്. അങ്ങനെ അവളെ സെറ്റാക്കി കഴിഞ്ഞ് ഞാൻ ഡ്രസ്സ് ഇടാമെന്ന് വിചാരിച്ചു. ഇതായിരുന്നു എൻ്റെ ഡ്രസ്സ്. ഞാൻ പറഞ്ഞ ബ്ലൗസ് ഇതായിരുന്നു, ഗ്രീൻ കളറിലെ, ഡാർക്ക് ഗ്രീൻ കളറിലെ കോപ്പർ വർക്ക് വരുന്നതായിരുന്നു. പിന്നെ ഇതുപോലെ കിങ്ങിണിയും ഉണ്ടായിരുന്നു. കിങ്ങിണി അവിടെ ഇവിടെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ റെഡിയായി കഴിഞ്ഞിട്ടാണ് വാവയ്ക്ക് പൂവ് വെച്ച് കൊടുത്തത്. ക്ലിപ്പിടാൻ നോക്കിയിട്ട് പറ്റുന്നില്ലായിരുന്നു, അതുകൊണ്ട് ഹെയർ ബാൻഡ് ചുറ്റിയിട്ട് അതിൽ പൂവ് വെച്ച് കൊടുക്കുമായിരുന്നു ചെയ്തിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു അവൾക്ക് പൂവ് വെച്ചിട്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ പള്ളിയിൽ പോയി, കാരണം സമയം 7 മണി കഴിഞ്ഞായിരുന്നു, 7:05 ആയിരുന്നു. 7 മണിക്കായിരുന്നു നമ്മുടെ കുർബാന. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പള്ളിയിൽ പോയി. അപ്പോൾ സൺഡേ തന്നെ നമ്മുടെ ഓണം വന്നതുകൊണ്ട് പള്ളിയിൽ എല്ലാവരും സെറ്റ് സാരിയും സെറ്റും കൊണ്ട്, അതായത് കസവിൻ്റെ ഡ്രസ്സായിരുന്നു എല്ലാവരും ഇട്ടിരുന്നത്. പിന്നെ എല്ലാവരും പൂവൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാവയാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. വാവയും പൂവ് വെച്ചിട്ട് നല്ല ഭംഗിയില്ലേ ഗൈസ്. അങ്ങനെ ഞങ്ങൾ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് സെൽഫിയൊക്കെ എടുത്ത് പള്ളിയിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോയി. പിന്നെ അത്തത്തിനെ പറ്റി പറയുവാണെങ്കിൽ പൂക്കളം ഇടാൻ ഞങ്ങൾക്ക് ശരിക്കും വന്നാലും സമയം കിട്ടിയില്ല. തലേന്ന് ഇടാനായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ ഞാനും ചേച്ചിയും ടൗണിൽ പോയിട്ട് വന്നിട്ട് നല്ല ടയേർഡായി. പിന്നെ ഞങ്ങൾ ചേച്ചിക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ പോകണമായിരുന്നു. അപ്പോൾ അതിനൊക്കെ പോയി. പിന്നെ വാവയ്ക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണമായിരുന്നു, അവൾ ഉറക്കണമായിരുന്നു. അതുകൊണ്ട് അതിന് സമയം കിട്ടില്ല. അതുകൊണ്ട് രാവിലെ പള്ളിയിലും പോയിട്ട് വന്നിട്ട് പിന്നെ ഇടാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പിന്നെ അതിനും പറ്റിയില്ല. ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് സെറ്റാക്കണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സദ്യയൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ അത്തം ഇട്ടിരുന്നത്. അതാണ് അത്തം കാണിക്കാൻ ലേറ്റായി പോയത്. ഇതൊക്കെയാണ് ഞങ്ങളുടെ വിഭവങ്ങൾ: സാമ്പാർ, അവിയൽ, അങ്ങനെ തോരൻ, ഇഞ്ചിക്കറി, അച്ചാർ, 2 തരം പായസം, പിന്നെന്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, പപ്പടം, ചോറ്. ഇതൊക്കെയായിരുന്നു നമ്മുടെ മെനു. ആദ്യം തന്നെ വാവയ്ക്കായിരുന്നു ഫുഡ് കൊടുത്തത്. അവളുടെ ആദ്യം ഓണം ആയതുകൊണ്ട് തന്നെ അവൾക്കാണ് ആദ്യം ഫുഡ് കൊടുത്തത്. ഇങ്ങനെ ഇരുത്തിയിട്ട് അവൾ കഴിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ കുറച്ച് ചോറെടുത്ത് മിക്സിയിലിട്ട് അരച്ച് ഞാൻ കൊടുക്കുകയാണ് ചെയ്തത്, വേറെ ചോറ് കൊടുക്കുകയാണ് ചെയ്തത്. അതിന് ശേഷമായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിച്ചിരുന്നത്. പിന്നെ സദ്യ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ മമ്മി കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഞാനും ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു, അവൾക്ക് സദ്യ കൊടുക്കുന്നതായിട്ട്. പിന്നെ ഞാനും കൂടി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓണത്തിൻ്റെ പരിപാടികൾ. ചെറിയ പരിപാടികളാണ്. ബീച്ചിൽ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. ഞങ്ങളെല്ലാവരും നല്ല ടയേർഡായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മിനി ബ്ലോഗ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.